ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. കടം എന്നത് നമുക്ക് നമ്മുടെ മനസ്സമാധാനം നശിപ്പിക്കുന്ന ഒന്നാണ്. കടം വർദ്ധിക്കുന്നത് മൂദേവി വാഴുന്നിടത്താണെന്ന് പറയും. കടസംബന്ധമായ കാര്യങ്ങൾക്ക് പരിഹാരമായി ചെയ്യാവുന്ന ചില കർമ്മങ്ങളുണ്ട്. വിശ്വാസികൾക്ക് ചെയ്യാവുന്ന ഒന്നാണിത്. കടം മാറാനും സർവൈശ്വര്യത്തിനും ഇത് ഏറെ ഗുണം നൽകുന്നതാണ്. അത്തരത്തില് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കല്ലുപ്പ്. വീട്ടിലെ നെഗറ്റീവ് എനർജി അകറ്റാൻ ഇതിന് കഴിയും. മാത്രവുമല്ല, കടം മാറാനും ഇത് പ്രത്യേക രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി വേണ്ടത് കല്ലുപ്പാണ്. ഉപ്പ് കടലിൽ നിന്നും ലഭിക്കുന്ന ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കടലിലെ വസ്തുക്കളിൽ മഹാലക്ഷ്മിയുടെ അംശമുണ്ട്. കാരണം കടലിൽ വാഴുന്ന അനന്തനിലാണ് വിഷ്ണുവിനൊപ്പം ലക്ഷ്മിയുടെയും വാസം. കല്ലുപ്പിനൊപ്പം വയമ്പും ഒരു കഷ്ണം മഞ്ഞളും കൂടെ വേണം. ഇത് ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത്. അതാണ് കൂടുതൽ ഗുണം നൽകുന്നത്. ഇതിന് വേണ്ടത് ഒരു ചെറിയ ഗ്ലാസ് കുപ്പിയാണ്. നല്ല അടച്ചുറപ്പുള്ള കുപ്പിയാകണം. അല്പം വലിയ വായ്വട്ടമുള്ള കുപ്പിയാണ് വേണ്ടത്. ഇതിനൊപ്പം കല്ലുപ്പും വേണം. പാചകത്തിന് ഉപയോഗിക്കുന്നതിൽ നിന്നും എടുക്കരുത്. പുതിയതായി വാങ്ങിയിട്ട് ഉപയോഗിക്കുക. ഇതല്ലെങ്കിൽ പൂജാമുറിയിൽ ഇത്തരം കാര്യങ്ങൾക്കായിട്ട് കല്ലുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എടുക്കാവുന്നതാണ്. കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി പൂജാമുറിയിലിരുന്ന് കയ്യിൽ ഒരു പിടി കല്ലുപ്പെടുക്കുക. ഇത് കയ്യിൽ പിടിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ച് കടവും മനപ്രയാസവും എല്ലാം മാറാൻ വിചാരിച്ച് ഈ ഗ്ലാസ് കുപ്പിയിലേക്ക് ഇടുക. മഞ്ഞൾ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് ഈ കുപ്പിയുടെ ഉപ്പിൻ്റെ നടുവിൽ നിൽക്കുന്ന രീതിയിൽ കുത്തി നിർത്തുക. മഞ്ഞൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നൽകുന്ന ഒന്നാണ്. പൂജാ സംബന്ധമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒന്നാണ് മഞ്ഞൾ. അതിനുശേഷം വയമ്പും കയ്യിലെടുത്ത് ഇതേ രീതിയിൽ പ്രാർത്ഥിക്കാം. സകല ദേവതകളെയും പ്രാർത്ഥിച്ച് വയമ്പും ഇതേ രീതിയിൽ കുപ്പിയിലെ കല്ലുപ്പിന്റെ നടുവിൽ കുത്തി നിർത്തുക. വയമ്പും ഉപ്പും ചേരുന്നത് ധനാകർഷണത്തിന് സഹായിക്കുന്നതാണ്. ഇത് ഇങ്ങനെ വെച്ച ശേഷം കുപ്പിയിൽ ബാക്കിയുള്ള സ്ഥലത്ത് ഉപ്പ് നിറച്ച് വെച്ച് അടച്ചു വെക്കുക. ഇത് പൂജാമുറിയിൽ ആരും കാണാത്ത ഇടത്ത് വെക്കാം. അടുക്കളയിലോ മറ്റോ സൂക്ഷിച്ചാൽ ആരും കാണാത്ത വൃത്തിയുള്ള ഇടത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. 41 ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കുന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.